രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബി ന്യൂസ് ആയിരുന്നു. അതായത് ഓരോരുത്തരും വന്നിട്ട് അവിടെ നടന്ന കാര്യങ്ങൾ ന്യൂസായിട്ട് അവതരിപ്പിക്കുക എന്നുള്ള ഒരു സംഭവമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാതെ ലക്ഷ്മി, നെവിൻ ഇവരൊക്കെ ചെയ്തിട്ടുണ്ട്. അക്ബർ അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നിയത് ആദില ചെയ്തത് നന്നായിട്ട് തോന്നി. അനുമോളും കുഴപ്പമില്ലായിരുന്നു കേട്ടോ ചെയ്തത്. അതിൽ ആദില അത് കുറച്ചും കൂടെ അനീഷിന് എതിരായിട്ടുള്ള ഒരു അവസരമായിട്ടാണ് അതിനെ ഉപയോഗിച്ചത്. അതായത് അനീഷിന്റെ നെൽപ്പാടങ്ങൾ എന്നൊക്കെ പേര് കൊടുത്തിട്ട് ഭയങ്കര രസമായിട്ട് അത് അവതരിപ്പിച്ചു. റിപ്പോർട്ടറായിട്ട് അനീഷിന്റെ നാട്ടിൽ പോകുന്നു, 2 ഏക്കർ നെൽപ്പാടം വിറ്റിട്ടുള്ള പൈസ PR കൊടുത്തിട്ടാണ് അനീഷ് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത്. ഫണ്ണായിട്ടാണ് ചെയ്തത്, അതുകൊണ്ടാണ് അത് രസമായിട്ട് തോന്നിയത്. നാട്ടുകാരുടെ ആയിട്ട് സംസാരിക്കുന്നതായിട്ടൊക്കെ അവിടെ റിപ്പോർട്ടർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ റിപ്പോർട്ടറും ആവും, നാട്ടുകാരും ആവും, അതുപോലെ തന്നെ ആങ്കറും ആവും, അങ്ങനെയൊക്കെ ആയിരുന്നു. അതായത് ഞാൻ ഈ നെൽപ്പാടത്താണ് ജോലി ചെയ്തിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാർ സംസാരിക്കുന്ന ഒരു സാധനമൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. അതുപോലെ ആര്യന്റെ കേസ്, ഒരുപാട് ചന്തിക്കടി ആര്യൻ പെൺവേഷം കിട്ടിയപ്പോൾ ഇവിടെ കിട്ടുന്നതായിട്ട് കണ്ടു. സ്ത്രീകൾ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് ഒരുപക്ഷെ ആര്യന് മനസ്സിലായിട്ടുണ്ടാവും. എത്ര കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസമായിട്ടാണ് അത് അവതരിപ്പിച്ചത്. പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു, അത് നല്ല രസകരമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. അതുപോലെ അക്ബറിന്റെ മിന്നൽ മുരളി ഇന്നലെ കുറച്ചൊന്ന് ശോകമായിരുന്നല്ലോ. അപ്പോൾ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ മിന്നൽ മുരളി കിടക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസമായിട്ട് തന്നെയാണ് അത് ആദില അവതരിപ്പിച്ചത്. ആദിലയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. അപ്പോൾ ഈ വിക്കലില്ലാതെ ഇങ്ങനെ തപ്പില്ല സംസാരിക്കും കിടന്നിട്ട് ബബ്ബ ഇല്ലാതെ അങ്ങ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ വളരെ ഭംഗിയായിട്ട് ആദില അത് ചെയ്തു എന്ന് തോന്നി. അനുമോളും അത്യാവശ്യം നന്നായിട്ട് അവിടെ ഫണ്ണായിട്ട് അവതരിപ്പിച്ചു. ഭയങ്കര ഈ ആദില കുറച്ചും കൂടെ അതിലേക്ക് ഒരു ഗെയിം കൊണ്ടുവന്നെങ്കിൽ അനുമോൾ കുറച്ചുകൂടെ ഫണ്ണായിട്ടാണ് അത് ചെയ്തത്. നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ബാക്കി ഇപ്പം നെവിനാണെങ്കിലും കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. പലരും അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. ബട്ട് എനിക്ക് കുറച്ച് നല്ലപോലെ തോന്നിയത് ആദിലയും അതുപോലെ അനുമോളും ഈ ഒരു ടാസ്ക് ചെയ്തത് നന്നായിട്ട് തോന്നി. അനീഷും അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്തു. പക്ഷെ അനീഷിനൊക്കെ ഒരു കുഴപ്പം ഈ തപ്പലുണ്ടാവും. എന്നിരുന്നാലും എല്ലാവരും അവരെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.